യാത്രക്കാരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഈ പണി തീരുന്നത് വരെ, അതായത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഗതാഗതക്കുരുക്കാണ് ഈ ടോൾ നിരക്ക് നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചത്. സ്വാഭാവികമായും ഈ നിർമ്മാണ പ്രവർത്തികൾ തീരാതെ ഈ പാതയിലെ ഗതാഗതക്കുരുക്ക് അവസാനിക്കില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വർദ്ധിപ്പിച്ച നിരക്ക് ഈടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ഈ പഴയ നിരക്കിൽ ടോൾ പിരിവാകാം എന്നൊരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ട്രക്കുകളടക്കം വരുന്നുണ്ട്. പക്ഷെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഈ ട്രാക്കാണ് കാണുന്നത്. ഇവിടെ എല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി വാഹനങ്ങളെല്ലാം ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. കാരണം ഈ ഓഫീസ് ടൈമാണ്, അത് കഴിഞ്ഞ ആളുകൾ മടങ്ങുന്ന സമയമാണ്. പലരും ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ, ഇതെന്താ പറ്റിയ ഫാസ്ടാഗ് പൈസ ഇല്ലാത്തത്? ടോള് പുനഃസ്ഥാപിച്ച അറിഞ്ഞില്ലല്ലേ? ഇല്ല, അറിഞ്ഞില്ല. നമ്മുടെ യാത്രാ ദുരിതം മാറുമോ? നമുക്ക് ദുരിതമേ ഉള്ളൂ. ഇപ്പം ഇതില് 90 എഴുതിയേക്കുന്നു, പിന്നെ 180 രൂപ പറയുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. അതായത് പലരും ഈ ടോൾ നിരക്ക് പുനഃസ്ഥാപിച്ചൊന്നും അറിയാതെ വന്ന ആളുകളാണ്. ചിലപ്പോൾ ഈ ട്രാക്കിലൂടെ, അതായത് ഈ വലിയ വാഹനങ്ങൾ കടന്നു പോകേണ്ട ട്രാക്കാണ്, ഈ ട്രാക്കിലൂടെയൊക്കെ ഈ ബൈക്കുകളൊക്കെ കയറി വരുന്നുണ്ട്. അവരെല്ലാവരും രാവിലെ പോകുന്ന സമയത്ത് ടോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഈ ട്രാക്ക് സാധാരണ പോകുന്ന ട്രാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ ടോള് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ടോള് വീണ്ടും പുനഃസ്ഥാപിച്ചു. ബുദ്ധിമുട്ടാണല്ലോ. ബ്ലോക്ക് തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ബ്ലോക്ക് തീരുന്നില്ല. ഇപ്പൊ എത്ര ദിവസം നേരത്തായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? എത്ര മണിക്കൂറായി? ടോളും കൂടി വരുമ്പോ പിന്നെ വീണ്ടും ദുരിതമായി. അത് തന്നെയാണ് യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഈ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കും വരെ എന്തായാലും ഈ ഗതാഗതക്കുരുക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് ജില്ലാ കളക്ടർ ഇന്ന് നൽകിയ റിപ്പോർട്ടിലുമുണ്ട്. എന്തായാലും ഇത്രയും ദിവസം പ്രജിൻ ഈ ടോൾ നിർത്തിവെക്കാനുള്ള ഒരു കാരണം അത് തൃശൂർ ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ്. അത് പറയാതെ വയ്യ. എന്തായാലും ടോൾ പുനരാരംഭിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ ഇപ്പോൾ പാലിയക്കരയിൽ ടോൾ നിരക്ക് വീണ്ടും പിരിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രജിൻ, എന്തായാലും നാട്ടുകാർ പറയുന്നത് പക്ഷേ അത് ശരിയല്ല, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. യാത്രക്കാരും അതുപോലെ പറയുന്നു. റേറ്റ് ഇങ്ങനെയാണെങ്കിലും ഈ പണി പൂർത്തിയായിട്ടില്ലല്ലോ എന്ന മറുചോദ്യമാണ് അവർ ചോദിക്കുന്നത്.